നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ആരോപണ യുദ്ധത്തിൽ നേതാക്കൾ. ബിജെപിയിലേക്ക് പോകാൻ ശ്രമിച്ച നേതാവ് EP ജയരാജനെന്ന് കെ സുധാകരൻ. ഞാനല്ല പോകുന്നത്, EP ജയരാജന്റെ ചർച്ച കഴിഞ്ഞു. ചർച്ച ഈ ശോഭ മുഖാന്തരം നടത്തിയ ചർച്ച നടന്നു. ചന്ദ്രശേഖരൻ അസംബന്ധമെന്ന് ജയരാജൻ. ബിജെപിയിലേക്ക് പോകാൻ ശ്രമിച്ചത് സുധാകരൻ. ആ പാർട്ടിയെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഈ നാട്ടിലെ സുധാകരൻ്റെ എനിക്ക് അൽഷിമേഴ്സ് ഉണ്ട്, അദ്ദേഹത്തിൽ എനിക്കൊരു ഓർമ്മക്കുറവുണ്ട്. അതുകൊണ്ട് ആദ്യം സാമാന്യഗതിയിൽ ഒരു നല്ല മനുഷ്യനാകാൻ നോക്ക്. തന്നെയും EP ജയരാജനെയും കാണാൻ പ്രകാശ് ജാവ്ദേക്കർ വന്നെന്ന് ദലാൽ നന്ദകുമാർ. വിദ്വേഷ പരാമർശത്തിൽ ഇടപെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പാർട്ടി അധ്യക്ഷന്മാരോട് വിശദീകരണം തേടി. തിങ്കളാഴ്ച 11 മണിക്ക് മുൻപ് മറുപടി നൽകണം. രാമക്ഷേത്ര പരാമർശത്തിൽ ചട്ടലംഘനമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. 88 മണ്ഡലങ്ങളിൽ നാളെ വോട്ടെടുപ്പ്. പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. ആലത്തൂരിൽ ആയുധ വിവാദം. കെ രാധാകൃഷ്ണന് അകമ്പടി പോയ വാഹനത്തിൽ ആയുധങ്ങളെന്ന് UDF. പ്രചാരണ ബോർഡുകൾ മാറ്റാൻ ഉപയോഗിച്ച പണിയായുധങ്ങളെന്ന് LDF. ആരോപണം തള്ളി കെ രാധാകൃഷ്ണൻ. വോട്ടുറപ്പിക്കാൻ പള്ളികളിലും ബിഷപ്പ് ഹൌസിലും സുരേഷ് ഗോപിയുടെ സന്ദർശനം. പാലാ ബിഷപ്പുമായി ചർച്ച നടത്തി. NSS ആസ്ഥാനത്തുമെത്തി. കല്ലറങ്ങാട്ടുമായി സ്വകാര്യ സന്ദർശനമെന്ന് സുരേഷ് ഗോപി. വയനാട്ടിൽ BJPയുടെ ഭക്ഷ്യകിറ്റ് വിതരണത്തിൽ എതിർപ്പ്. വിശ്വാസിയുടെ വഴിപാടെന്ന് സുരേന്ദ്രൻ. പത്തനംതിട്ടയിൽ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പട്ടിക ചോർത്തിയതിൽ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. ആറ്റിങ്ങലിൽ ഇരട്ട വോട്ടെന്ന അടൂർ പ്രകാശിന്റെ പരാതി തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ തെളിവ് നൽകാതെ മാത്യു കുഴൽനാടൻ. CMRLന് വഴിവിട്ട സഹായം ചെയ്തെന്ന ആരോപണം തള്ളി വിജിലൻസ്. ഹർജിയിൽ അടുത്ത മാസം 3 വിധി. വിധി എഴുതാനൊരുങ്ങി കേരളം. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. BJPയുമായി ചർച്ച നടത്തിയ നേതാവ് EP ജയരാജനാണെന്ന് കെ സുധാകരൻ. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതിന് പിന്നാലെയായിരുന്നു ഗൾഫിൽ ചർച്ച. ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരും ചർച്ചയിൽ പങ്കെടുത്തു. EPക്ക് പാർട്ടിയിൽ ഒതുക്കപ്പെടുന്നുവെന്ന തോന്നലുണ്ടായപ്പോഴാണ് BJP കേന്ദ്ര നേതൃത്വവുമായി ജയരാജൻ ചർച്ച നടത്തിയത്. ഗവർണർ സ്ഥാനം പറഞ്ഞുറപ്പിച്ചതാണെന്നും CPM നേതൃത്വം ഭീഷണിപ്പെടുത്തിയതോടെ EP പിൻവലിഞ്ഞതായും കെ സുധാകരൻ ആരോപിച്ചു. ആയത് നിങ്ങൾക്ക് കിട്ടാണ്ട് പോയി നിങ്ങൾ എൻ്റെ പേരും കൊണ്ട് കളിക്കാൻ കുറെ നല്ല എളുപ്പത്തിൽ പുറപ്പെട്ടില്ലല്ലോ. സുധാകരൻ പോകുന്നു. ഞാനല്ല പോകുന്നത്, EP ജയരാജനാണ്. EP ജയരാജന്റെ ചർച്ച കഴിഞ്ഞു. ചർച്ച ഈ ശോഭ മുഖാന്തരം നടത്തിയ ചർച്ച നടന്നു. ചന്ദ്രശേഖരനോ ചർച്ച നടന്നു. ഒരു പരിധി വരെ എല്ലാം കടന്നങ്ങോട്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജനെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം പുള്ളി പിന്നോട്ട് പോയിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. KPCC ഫണ്ട് തിരിമറിയിലെന്ന് ശ്രദ്ധ തിരിക്കാനാണ് ആരോപണമെന്ന് CPM കണ്ണൂർ ജില്ലാ നേതൃത്വം പ്രതികരിച്ചു. കെ സുധാകരൻ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വസ്തുതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. CPMൽ ആരെയും വിലക്കെടുക്കാൻ BJP കഴിയില്ല. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം കടുത്ത ജനങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം 5 വർഷം MP എന്ന അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല പരോക്ഷമായി പലപ്പോഴും RSS ന്യായീകരിക്കുന്ന സമീപനം അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. ഇത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിൽ കടുത്ത എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹം വളരെ ബോധപൂർവ്വം ഉന്നയിച്ച ഒരു ആരോപണം എന്നതിലുപരി ഇതിലെന്തെങ്കിലും ഒരു ഞാൻ കാണുന്നില്ല.
ആർക്കും കൊട്ടാവുന്ന ചെണ്ടയല്ല CPIM. അതുകൊണ്ട് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നവർക്ക് അതിന് മറുപടി പറയേണ്ടി വരും. നിരവധി CPM നേതാക്കൾ ഇപ്പോഴും BJP നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് BJP വക്താവ് സന്ദീപ് വാര്യർ പ്രതികരിച്ചു. BJPയിലേക്ക് വരാൻ വേണ്ടി കോൺഗ്രസിലെയും CPMയിലെയും ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പലരും ചർച്ച നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ സുധാകരൻ ചർച്ച നടത്താൻ പോയ ദിവസമായിരിക്കാം ജയരാജൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ പരിചയത്തിന്റെ പേരിലായിരിക്കാം സുധാകരൻ അങ്ങനെ പറഞ്ഞത്. ആരൊക്കെ പോയി എന്നുള്ള കാര്യം എനിക്കെന്തായാലും വ്യക്തമല്ല. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെയും CPMന്റെയും ഒക്കെ സംസ്ഥാനത്തെ സമുന്നത നേതാക്കൾ BJPയിലേക്ക് വരാൻ വേണ്ടി അവർ താല്പര്യമുണ്ട് എന്നുള്ളത് സത്യമാണ്. പലരും അവസരം കാത്തു നിൽക്കുകയാണെന്നുള്ളത് സത്യമാണ്. വലിയ തോതിൽ BJPയിലേക്ക് വരാൻ വേണ്ടിയുള്ള ആഗ്രഹം പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് സംസ്ഥാനത്ത് സ്വാധീനമുള്ള നേതാക്കൾ കടന്നു വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾ അതിനുവേണ്ടി തീർച്ചയായിട്ടും പരിശ്രമം നടത്തുമെന്നുള്ളതും തീർച്ചയാണ്. അത് ഞങ്ങളുടെ അവകാശമാണല്ലോ, ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയല്ലേ. പക്ഷെ അങ്ങനെ കടന്നു പോകുന്നത് ഏതെങ്കിലും തരത്തിൽ കുറ്റകരമായിട്ടുള്ള സംഗതി ഒന്നുമല്ലല്ലോ. ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്ന മുമ്പ് സുധാകരൻ ചെയ്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ തുറന്ന് പറയട്ടെ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. സുധാകരൻ ചർച്ച നടത്തിയിട്ടുണ്ടോ എന്നുള്ള സുധാകരൻ പറയട്ടെ. ഞങ്ങൾ എന്തായാലും അത്തരം പേരുകളൊന്നും പറയുന്നില്ല. സംസ്ഥാനത്തെ പല പ്രധാനപ്പെട്ട നേതാക്കൾ BJPയിൽ ചേരാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ കടന്നു വരുന്നവരെ മാന്യമായി സ്വീകരിക്കും. അവർക്ക് തീർച്ചയായിട്ടും മാന്യമായിട്ടുള്ള അവസരം പാർട്ടി നൽകും. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇവരെന്തിനാണ് പരസ്പരം ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്നത്? ഇവരെല്ലാവരും ഇതുപോലെ BJPയിൽ ചേരാൻ വേണ്ടി പല കാലങ്ങളിൽ നടന്നിട്ടുള്ള ആളുകളല്ലേ. കെ സുധാകരന്റെ ആരോപണത്തിന് മറുപടിയുമായി EP ജയരാജൻ. BJPയിൽ ചേരാൻ ചെന്നൈ വരെ പോയത് സുധാകരനാണെന്ന് EP ജയരാജൻ തിരിച്ചടിച്ചു. അമിത്ഷായുമായി ചർച്ച നിശ്ചയിച്ച സുധാകരനെ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടാണ് തിരിച്ചയച്ചത്. സുധാകരൻ ഇന്നലെ കഴിക്കേണ്ട മരുന്ന് കഴിച്ചിട്ടില്ലെന്നും EP പരിഹസിച്ചു. BJPക്കെതിരെ പൊരുതി വന്നയാളാണ് താനെന്നും സുധാകരനെതിരെ വക്കീൽ നോട്ടീസ് അയക്കുമെന്നും EP ജയരാജൻ പറഞ്ഞു. BJP RSS നേതാക്കളുമായിട്ട് സുധാകരൻ അടുപ്പമുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു വിവരം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി. 3 തവണ എന്നെ വധിക്കാൻ ബോംബെറിഞ്ച് നടന്നിട്ടുള്ള RSS BJP ആ പാർട്ടിയെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഈ നാട്ടിലെ സുധാകരൻ്റെ എനിക്ക് ഒന്ന് അൽഷിമേഴ്സ് ഉണ്ടോ, അദ്ദേഹത്തിന് എനിക്കൊരു ഓർമ്മക്കുറവുണ്ടോ? അതുകൊണ്ട് ആദ്യം സാമാന്യഗതിയിൽ ഒരു നല്ല മനുഷ്യനാകാൻ നോക്ക്, ഒരു നല്ല രാഷ്ട്രീയ നേതാവാകാൻ കഴിയുമെന്ന് പരിശ്രമിക്കുക, മരുന്ന് കൃത്യമായി കഴിക്കുക, ഓർമ്മശക്തി തിരിച്ചു പിടിക്കൂ, സത്യങ്ങളിൽ ഊന്നി നിൽക്കൂ. കെ സുധാകരൻ BJPയിൽ പോകാൻ തയ്യാറെടുത്തിരുന്നുവെന്ന് ദല്ലാൽ നന്ദകുമാർ. KPCC അധ്യക്ഷ പദം കിട്ടിയതുകൊണ്ടാണ് BJPയിൽ എത്താത്തത്. രമേശ് ചെന്നിത്തലയുമായും K മുരളീധരനുമായും BJPയിൽ ചേരുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നുവെന്നും നന്ദകുമാർ പറഞ്ഞു. ഇന്ന് സുധാകരൻ പറഞ്ഞില്ലേ, അന്ന് ജാവദേക്കർ പറഞ്ഞു സുധാകരൻ ഞങ്ങൾ ചൂണ്ടയിൽ കൊളുത്തി. ജാവദേക്കറിന്റെ മറാത്തി കലർന്ന ഹിന്ദി പറയുന്നതുകൊണ്ട് ജയരാജൻ കൺഫ്യൂസ്ഡായി. സുധാകരൻ വീണു. പക്ഷേ സുധാകരന് KPCC കിട്ടിയാലും ചാടിപ്പോയി. അല്ലെങ്കിൽ സുധാകരൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഞങ്ങൾ മുരളീധരനുമായി സംസാരിച്ചു. അരമനസ് വൈകല്യം ബാധിച്ച് പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോയ രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചു. 45%. സുധാകരൻ 100% തീരുമാനത്തിലെത്തി. സാമ്പത്തികവും ഭൗതിക സാഹചര്യവും എല്ലാം ഫിക്സ് ചെയ്ത് എഗ്രിമെന്റ്. തന്നെയും EP ജയരാജനെ കാണാൻ BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ വന്നെന്നും ദലാൽ നന്ദകുമാർ പറഞ്ഞു. തൃശൂർ സീരിയൽ സഹായിച്ചാൽ ലാവ്ലിൻ കേസിൽ നിന്ന് പിണറായിയെ ഒഴിവാക്കാമെന്ന് പറഞ്ഞു. അതിന് ഇടതിന്റെ സഹായം വേണമെന്ന് പറഞ്ഞു. പിണറായിയുടെ രക്ഷകനായാണ് EP എത്തിയത്. ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് തിരുവനന്തപുരത്ത് വെച്ചാണെന്നും നന്ദകുമാർ വെളിപ്പെടുത്തി. എന്നെയും EP ജയരാജനെ കാണാൻ കേരളത്തിന്റെ ഇൻചാർജ് ജാവ്ദേക്കർ വന്നു, കണ്ടു. എൻ്റെ സാന്നിധ്യത്തിൽ ജാവദേക്കർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ രക്ഷയില്ല. അപ്പോൾ EP ജയരാജൻ പറഞ്ഞു രക്ഷയില്ല, അഡ്ജസ്റ്റ്മെന്റിന് വിധേയമാവാമോ എന്ന് ചോദിച്ചു. പകരം പിണറായി വിജയന്റെ പേരിൽ SNC ലാവലിനെ അവസാനിപ്പിക്കാം, യാതൊരുവിധ ബഹളത്തിനും നടപടി ഉണ്ടാവില്ല. ഇതെൻ്റെ ഉറപ്പല്ല, എൻ്റെ വീട്ടിൽ അമിത്ഷാ വരും, അവിടെ വെച്ച് EP ഉറപ്പ് തരുന്നു. ലാംഗ്വേജ് പ്രശ്നമുള്ളതുകൊണ്ട് കുമാരനെയും കൂട്ടിക്കോ. EP പറഞ്ഞ് നടക്കൂല. EP ജയരാജനെയും എന്നെയും ജാവദേക്കർ സ്വന്തമായി വന്നുകൊണ്ട് അന്ന് വണ്ടി കയറിയതെന്നല്ല ഇഷ്യൂ. ജാവദേക്കർ പറഞ്ഞു ലെഫ്റ്റിന്റെ സഹായം ഉണ്ടെങ്കിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാം, പകരം SNC ലാവ്ലിൻ കേസ് ഞങ്ങൾ കൺസിഡർ ചെയ്യും. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അടുത്ത പോസ്റ്റിംഗ് പറയും ലാവ്ലിൻ കേസിൽ നിന്ന് CBI പിൻവലിക്കുന്നു. സ്വർണം കള്ളക്കടത്തും മറ്റുമെല്ലാം അന്വേഷണത്തിന്റെ ഏകദേശം എത്തി നിൽക്കുകയായിരിക്കുന്നു. അത് സ്റ്റോപ്പ്. വൈദേഹത്തിനെതിരെയുള്ള പരാതി പറഞ്ഞപ്പോൾ ജയരാജൻ പറഞ്ഞു വൈദേഹത്തിനുള്ള പരാതികൾ അന്വേഷിച്ചോ. വൈദേഹത്തിനുള്ള പരാതിയിൽ എനിക്കൊരു പങ്കാളിത്തവുമില്ല, അത് പറഞ്ഞ് ബാർഗൈൻ ചെയ്യണ്ട. അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കണം. ജയരാജൻ പറഞ്ഞു കേരളത്തിൽ നടക്കില്ല. എങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും?
ഞങ്ങളുടെ മുന്നണിയുടെ ഘടകകക്ഷിയുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കാൻ വരുന്നത്, CPM അല്ല. തന്നെ സംസ്ഥാന പ്രസിഡന്റ് ആക്കാതിരിക്കാൻ കെ സുരേന്ദ്രനും വി മുരളീധരനും BL സന്തോഷും ഇടപെട്ടുവെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞെന്ന് ദലാൽ നന്ദകുമാർ. പോണ്ടിച്ചേരി ലഫ്റ്റനന്റ് ഗവർണറാകാൻ BJP നേതാക്കൾക്ക് 1 കോടി നൽകണമെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഇതിന് 20 ലക്ഷം രൂപയുടെ കുറവുണ്ട്. അങ്ങനെ ഭൂമി വിൽപ്പനയിലേക്ക് എത്തിയെന്നും നന്ദകുമാർ പറഞ്ഞു. വോട്ടെടുപ്പിന് ഒരു നാൾ ശേഷിക്കെ ആരോപണ യുദ്ധത്തിലാണ് മുന്നണികൾ. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. നമുക്കൊപ്പം മനു, മണിക്കൂറുകൾ മാത്രമാണ് പോളിംഗിലേക്ക് കടക്കാൻ ബാക്കിയുള്ളത്. സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ വന്നിരിക്കുന്നു ഈ വിഷയത്തിനകത്ത്. ആ വിഷയം ആ രീതിയിൽ അവസാനിക്കാനുള്ള സാധ്യതയാണോ, കൂടുതൽ പരാമർശങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയാണോ കാണുന്നത് പോളിംഗ് തലേന്ന്? ഈ സ്ഫോടനങ്ങൾക്കും ബോംബുകൾക്കുമൊക്കെ പേരുകേട്ട കണ്ണൂരിൽ ഇന്ന് ഉണ്ടായത് പ്രതികരണ സ്ഫോടനമാണ്. ഈ KPCC അധ്യക്ഷൻ കെ സുധാകരൻ തന്റെ പ്രതികരണം ഒരു സ്ഫോടനാത്മകമായ രീതിയിൽ ആണ് നടത്തിയത്. BJPയിലേക്ക് പോകാൻ നീക്കം നടത്തിയത് EP ജയരാജനാണ് എന്ന് കെ സുധാകരൻ വ്യക്തമാക്കി. അതിനായുള്ള ചർച്ചകൾ നടന്നത് ദുബായിലാണ്. ഗവർണർ സ്ഥാനം ആണ് പറഞ്ഞ് ഉറപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരുമായി EP ജയരാജൻ BJP നേതാക്കളെ കണ്ടത് എന്നാണ് കെ സുധാകരന്റെ ആരോപണം. അതോടൊപ്പം തന്നെ ഇത് EP കടുത്ത അതൃപ്തിയെ തുടർന്നാണ് പാർട്ടി വിടാൻ തീരുമാനിച്ചത് എന്നും സുധാകരൻ പറയുന്നു. ഈ ഗോവിന്ദൻ മാഷ് CPM സെക്രട്ടറിയായ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയായ ഒരു സാഹചര്യത്തിലാണ് പാർട്ടി വിടുന്നതിനെ കുറിച്ച് ഒക്കെ ഉള്ള ആലോചനകൾ ഉണ്ടായിരുന്നത്. അത് EP വലിയ തോതിൽ അസ്വസ്ഥനാക്കിയിരുന്നു. പിന്നീട് അത് പരിചയക്കാരോടും അടുപ്പമുള്ള ആളുകളോടും EP ജയരാജൻ പറഞ്ഞിരുന്നു എന്നാണ് കെ സുധാകരൻ പറയുന്നത്. ആ ഘട്ടത്തിലാണ് BJPയിലേക്ക് പോകാനുള്ള ചർച്ചകൾ നടത്തിയത്. ഈ ഗൾഫിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം പിന്നീട് കേരളത്തിലോ മറ്റെവിടെയെങ്കിലോ ചർച്ച നടന്നിട്ടുണ്ടാകാം എന്നും സുധാകരൻ പറയുന്നു. ഏതായാലും ചർച്ച നടന്നതിന്റെ ഇടനിലക്കാര് ആ വിവരം തനിക്ക് നൽകി എന്നാണ് സുധാകരൻ പറയുന്നത്. അതേസമയം EP ജയരാജനാകട്ടെ കെ സുധാകരൻ ഇന്ന് അദ്ദേഹം പിച്ചും പേയും പറയുന്ന തരത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം മരുന്ന് കഴിച്ചില്ല, അതിന്റെ ഫലമായാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് അമ്നേഷ്യ ബാധിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള തരത്തിലാണ് ഈ ആരോപണത്തെ പ്രതിരോധിച്ചത്. താൻ ഒരു BJPയിലേക്കും പോകാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രവുമല്ല BJPക്കാരെ വാടകയ്ക്കെടുത്തത് കെ സുധാകരനാണ്. തന്നെ ആക്രമിക്കാനാണ് വാടകയ്ക്കെടുത്ത് തനിക്ക് നേരെ ആക്രമണം നടത്തിയത്. ഒപ്പം തന്നെ 3 തവണ BJP തന്നെ അപായപ്പെടുത്താനായി ബോംബ് എറിയുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ അത്തരം ആളുകളുമായി താൻ കൂട്ടുകൂടേണ്ട യാതൊരു സാഹചര്യവും ഇപ്പോഴില്ല. CPM താൻ ഉറച്ചു നിൽക്കുകയാണ് എന്ന് EP ജയരാജൻ പറഞ്ഞു വെക്കുന്നു. മാത്രവുമല്ല സുധാകരന്റെ അപക്വമായ പ്രതികരണങ്ങളാണ് എന്ന ആക്ഷേപമാണ് EP ജയരാജൻ പങ്കുവച്ചത്. അതിനുശേഷമാണ് ദല്ലാൽ നന്ദകുമാറിന്റെ അല്ലെങ്കിൽ ദല്ലാൽ നന്ദകുമാർ എന്ന് വിളിക്കുന്ന TG നന്ദകുമാറിന്റെ പ്രതികരണങ്ങൾ വന്നത്. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്ന തരത്തിലുള്ള പ്രതികരണം നന്ദകുമാറിൽ നിന്ന് ഉണ്ടായി. ഏതായാലും ഈ ദല്ലാലിനെയോ അല്ലെങ്കിൽ TG നന്ദകുമാറിനെയോ ഒന്നും തനിക്ക് അറിയില്ല, ശോഭാ സുരേന്ദ്രനെ തനിക്ക് അറിയില്ല എന്നാണ് EP ജയരാജൻ പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ താമസിക്കുന്ന ഒരു മുറിയിൽ താൻ ഒറ്റയ്ക്ക് പോകും എന്ന് തോന്നുന്നുണ്ടോ? സ്ത്രീകൾ താമസിക്കുന്ന മുറിയിലേക്ക് അങ്ങനെ താൻ ഒറ്റയ്ക്ക് പോകും എന്ന് തോന്നുന്നുണ്ടോ എന്ന് വരെ EP ജയരാജൻ ചോദിച്ചു. അതുകൊണ്ട് അത്തരത്തിൽ ഒരു ചർച്ചയും ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് EP ജയരാജന്റെ പ്രതികരണം. അങ്ങനെ കണ്ണൂരിൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ദിവസം വലിയ വാദപ്രതിവാദങ്ങൾക്കും രാഷ്ട്രീയ ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കുമൊക്കെയാണ് വേദി ആവുന്നത്. മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്നും. 1.5 മാസം നീണ്ട പ്രചാരണത്തിനൊടുവിൽ സംസ്ഥാനം നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. നിശബ്ദ പ്രചാരണ ദിവസമായ ഇന്ന് അടിയൊഴുക്കുകൾ അനുകൂലമാക്കാനായുള്ള ശ്രമത്തിലായിരുന്നു മുന്നണികൾ. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 2.77 കോടി വോട്ടർമാരാണ് വിധിയെഴുതുക. പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദ് ചേരുന്നു. വിനോദ്, അപൂർവമായിട്ടാണെങ്കിലും കേന്ദ്രസേന ഇറങ്ങണം എന്നതടക്കമുള്ള ആവശ്യങ്ങളൊക്കെ UDF സ്ഥാനാർത്ഥികൾ ചിലർ ഉന്നയിച്ച ഒരു സാഹചര്യമൊക്കെ ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. അത് മാറ്റി നിർത്തുകയാണെങ്കിൽ സമാധാനപരമായിട്ടുള്ള ഒരു പ്രചാരണം, അതനുസരിച്ചുള്ള ഒരു കൊട്ടിക്കലാശത്തിനൊക്കെ തന്നെയാണ് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. ഏത് തരത്തിലാണ് പോളിംഗ് ബൂത്തിലേക്ക് സംസ്ഥാനം കടക്കുന്നത്? സജ്ജീകരണങ്ങൾ ഏതെല്ലാം തരത്തിൽ പൂർണ്ണമായിരിക്കുന്നു?
തിരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. രാവിലെ തന്നെ തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം നടന്നിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ആകെ 2730 പോളിംഗ് ബൂത്തുകളാണുള്ളത്. ഇതിൽ തന്നെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ 125 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. മറ്റ് ഇടങ്ങളിലൊക്കെ തന്നെയും ഈ സാമഗ്രികളുടെ വിതരണം പൂർത്തിയായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ മറ്റ് തർക്കങ്ങളോ ഒന്നും തന്നെ ഉയർന്നു വന്നിട്ടില്ല. സ്ഥാനാർത്ഥികളെല്ലാം അവർ പറഞ്ഞതുപോലെ തന്നെ നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളാണ്. ഈ സമയത്ത് അവസാനവട്ട വോട്ടുറപ്പിക്കലിൻ്റെ ഒരു നീക്കത്തിലാണ്. പലയിടങ്ങളിലും സാമുദായിക സംഘടനകൾ, മതസംഘടനകൾ, ഇതിൻ്റെ നേതാക്കൾ, ചില പ്രത്യേക ഗ്രൂപ്പുകൾ, വികസന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്ന സ്ഥാനാർത്ഥികൾ, അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലെ ആളുകൾ, അവരുടെ പ്രതിനിധികൾ, അവരുമായൊക്കെയും വോട്ടുറപ്പിക്കാനുള്ള ചർച്ചകളും മറ്റും നടത്തുന്ന ഒരു സമയമാണ്. അടിയൊഴുക്കിൻ്റെ ഒരു സമയമാണ്. ആടി നിൽക്കുന്ന വോട്ടുകളുണ്ട്. ഇത് ഏത് ഭാഗത്തേക്ക് പോകും എന്നത് സ്ഥാനാർത്ഥികൾ കൃത്യമായി കണക്ക് കൂട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ, അതിന് പല വഴികൾ ഉപയോഗിക്കുന്ന, തീർത്തും നമുക്ക് രാഷ്ട്രീയമായി അടിയൊഴുക്ക് എന്ന് തന്നെ പറയാവുന്ന, നിശബ്ദമെന്ന് തോന്നുമെങ്കിലും വലിയ രീതിയിൽ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്ന മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. നേരത്തെ മനു റിപ്പോർട്ട് ചെയ്തതുപോലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട നേതാക്കൾ അവരുടെ പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് വലിയ സ്ഫോടനങ്ങളായി മാറുന്നുണ്ട്. കെ സുധാകരൻ തുടങ്ങിവെച്ച ആ ഒരു പ്രസ്താവന യുദ്ധം, അല്ലെങ്കിൽ ആ തരത്തിലുള്ള പരാമർശങ്ങൾ, അത് ഏറ്റുപിടിച്ച് പല പ്രമുഖ നേതാക്കൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന സാഹചര്യം. BJPയെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ, BJPയിലേക്ക് പോകാൻ ആരാണ് തയ്യാറെടുത്തതെന്നത് കെ സുധാകരനാണെന്ന് EP ജയരാജനും, അതല്ല EP ജയരാജൻ ഇതിനു വേണ്ടി ചർച്ചകൾ നടത്തിയെന്ന സുധാകരൻ്റെ വാക്കുകളും, ശോഭാ സുരേന്ദ്രനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളും, ഭൂമി ഇടപാടടക്കമുള്ള ദല്ലാൽ നന്ദകുമാർ ഉയർത്തിവിട്ട വിവാദങ്ങൾ, ഇതെല്ലാം തന്നെ വലിയ തോതിൽ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുകയാണ്. ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ, CAA, ഇതെല്ലാം വലിയ തോതിൽ പ്രചരണ സമയത്ത് ഉയർന്നു വന്ന വാർത്തകളും ആ തരത്തിലുള്ള ചർച്ചകളും ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ BJPയെ കേന്ദ്രീകരിച്ചുള്ള പ്രധാന മുന്നണികളുടെ വിവാദങ്ങളും വിവാദ പ്രസ്താവനകളും അവരുടെ വെളിപ്പെടുത്തലുകളും വരുമ്പോൾ രാഷ്ട്രീയ കേരളം എങ്ങനെ ചിന്തിക്കുന്നു, ഏത് മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മോഡിയുടെ ഗ്യാരണ്ടി എന്ന ക്യാമ്പയിനായിരുന്നു പ്രധാനമായും BJP കേന്ദ്രങ്ങൾ, NDA കേന്ദ്രങ്ങൾ ഉയർത്തിക്കാട്ടിയത്. അത് ഊന്നിയുള്ള പ്രചരണം തന്നെയാണ് എല്ലാ മണ്ഡലങ്ങളിലും NDA സ്ഥാനാർത്ഥികൾ കൊണ്ടുവന്നതും. UDF ആകട്ടെ ഇന്ത്യ നിലനിൽക്കണം, ഭരണഘടനയിൽ മാറ്റമുണ്ടാകരുത്, ഇന്ത്യ ജയിക്കും, അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥികൾക്ക് ഒരു വോട്ട്, അത് ജനാധിപത്യവും മതേതരത്വവും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി എന്ന ഒരു ക്യാമ്പയിൻ അത് തന്നെ അവർ പ്രധാനമായും ഉയർത്തി. ഇതേ നിലപാട് തന്നെയാണ് ഇടത് സ്ഥാനാർത്ഥികളും. അവർ പലയിടങ്ങളിലും അവരുടെ സ്ഥാനാർത്ഥികളുടെ മേന്മ, അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് മുഖം, എളിമ, ഇതെല്ലാം, അതോടൊപ്പം ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം, ഇതെല്ലാം തന്നെ ഇടത് കേന്ദ്രങ്ങളും വലിയ തോതിൽ പ്രചരണായുധമായി കൊണ്ടുവന്നു. ഇതിന് ആർക്ക് വോട്ട് ചെയ്യും, ആളുകൾ എങ്ങനെ പ്രതികരിക്കും, വോട്ടർമാർ ഇതിനോട് എങ്ങനെയാണ് അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിൽ അവരുടെ ചിന്തയും അവരുടെ തീരുമാനങ്ങളും വരിക എന്നതെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതാണ്. നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. അപർണ. റൈറ്റ്. VV വിനോദ് വിവരങ്ങൾ നൽകിയത്. വിദ്വേഷ പരാമർശത്തിൽ വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിങ്കളാഴ്ച 11 മണിക്ക് മുൻപ് മറുപടി നൽകണം. പാർട്ടി അധ്യക്ഷന്മാരോടാണ് കമ്മീഷൻ വിശദീകരണം തേടിയിരിക്കുന്നത്. താരപ്രചാരകരുടെ പരാമർശങ്ങൾക്ക് പാർട്ടി അധ്യക്ഷന്മാർക്ക് ഉത്തരവാദിത്തമുണ്ടെന്നാണ് കമ്മീഷന്റെ നിലപാട്. രാമക്ഷേത്ര പരാമർശത്തിൽ ചട്ടലംഘനമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കും നോട്ടീസ് അയച്ചു. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലെ 88 ലോക്സഭാ മണ്ഡലങ്ങളാണ് നാളെ വിധിയെഴുതുക. കേരളത്തിലെ 20-ന് പുറമെ കർണാടകത്തിലെ 14-ഉം രാജസ്ഥാനിലെ 13 മണ്ഡലങ്ങളിലും രണ്ടാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്. ഉത്തർപ്രദേശിലെയും മധ്യപ്രദേശിലെയും 8 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. കലാപബാധിത മേഖലയായ ഔട്ടർ മണിപ്പൂരിലെ ശേഷിക്കുന്ന ബൂത്തുകളിലും നാളെയാണ് വിധിയെഴുതുക. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് കാണാം ഇടവേള. പൊടിപാറിയ ആവേശപ്രചരണം തീർന്നു. ഇനി വിധിയെഴുത്ത്. കേരളം വോട്ട് ചെയ്യുമ്പോൾ ഓരോ പോളിംഗ് ബൂത്തിലെയും തത്സമയ വിവരങ്ങളുമായി ന്യൂസ് 18 കേരളം. നാളെ രാവിലെ 6 മുതൽ തത്സമയം. ന്യൂസ് 18 കേരളം, മലയാളത്തിന്റെ ദേശീയ ചാനൽ. പ്ലീസ് വോട്ട്. എനിക്കറിയാം.
പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പട്ടിക ചോർന്നതിൽ നടപടി. സംഭവത്തിൽ കോന്നി താലൂക്ക് ഓഫീസിലെ LD ക്ലർക്ക് യദുകൃഷ്ണനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വിവാദമായതോടെ ഇന്നലെ രാത്രി തന്നെ ഉദ്യോഗസ്ഥരെ മാറ്റി വിന്യസിച്ചതായി ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ പറഞ്ഞു. കോന്നി മണ്ഡലത്തിലെ ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റാണ് ചോർന്നത്. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും അത് ശരിവെക്കുന്ന തരത്തിലേക്കും വന്നിരിക്കുന്നു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ കോന്നി മണ്ഡലത്തിലെ പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ പോളിംഗ് സ്റ്റേഷനുകളുടെയും ലിസ്റ്റുകൾ ഒരു ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചോർന്നതായാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പത്തനംതിട്ട കളക്ടറേറ്റിൽ UDFിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആന്റോ ആന്റണിയുടെ നേതൃത്വത്തിൽ ഒരു ഉപരോധ സമരവും നടത്തിയിരുന്നു. എന്തായാലും അതിൻ്റെ ഭാഗമായി ജില്ലാ കളക്ടർ അന്വേഷണ വിധേയമായി കോന്നി താലൂക്ക് ഓഫീസിലെ LD ക്ലർക്ക് യദുകൃഷ്ണനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇന്നലെ രാത്രിയിൽ ലിസ്റ്റ് 2 ദിവസത്തിന് മുൻപേ സാധാരണ ലിസ്റ്റ് ഈ CPMൻ്റെ നേതൃത്വത്തിലുള്ള അനുകൂല സംഘടനയ്ക്ക് ലഭിച്ചു എന്നുള്ളതാണ് ആന്റോ ആന്റണി പ്രധാനമായും പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അത് ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇന്നിപ്പോൾ കളക്ടറുടെ അന്വേഷണത്തിൽ ഈ ലിസ്റ്റ് ചോർന്നതായി കണ്ടെത്തുകയും തുടർന്ന് ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഇത് സംബന്ധിച്ച് അന്വേഷണ വിധേയമായി മറ്റ് മണ്ഡലങ്ങൾ, അതായത് കോന്നി മണ്ഡലങ്ങൾ കൂടാതെ 7 മണ്ഡലങ്ങളിലെ ഉദ്യോഗസ്ഥ പോളിംഗ് ബൂത്തുകളിലും ഇത്തരമുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ച് വരികയാണ്. കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരം ആരോപണങ്ങൾ കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. കാരണം 1 ലക്ഷത്തിലധികം വോട്ടുകൾ ജില്ലയിൽ CPMൻ്റെ നേതൃത്വത്തിൽ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്ന കാര്യം കൂടി UDFിൻ്റെ സ്ഥാനാർത്ഥി ആന്റോ ആന്റണി ആരോപിച്ചിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും പോളിംഗ് സ്റ്റേഷനുകളുടെയും ലിസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഇന്ന് പോളിംഗ് സാമഗ്രികൾ കൊടുക്കുമ്പോൾ മാത്രമാണ് സാധാരണഗതിയിൽ ഇത്തരം ലിസ്റ്റുകൾ കൊടുക്കാറുള്ളൂ, അവർ അറിയുകയുള്ളൂ. പക്ഷേ ഇതിന് മുന്നേ തന്നെ 2 ദിവസം മുമ്പ് തന്നെ ഇന്നലെ തന്നെ ഈ പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും പോളിംഗ് സ്റ്റേഷനുകളുടെയും വിവരങ്ങൾ ലിസ്റ്റ് പുറത്തായ സംബന്ധിച്ചാണ് ഇന്നലെ പരാതി ഉന്നയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആന്റോ ആന്റണി പത്തനംതിട്ട കളക്ടറേറ്റിൽ ഒരു പ്രതിഷേധ സമരവും UDF നേതാക്കളടക്കമുള്ള ഒരു പ്രതിഷേധ സമരം ഇന്ന് നടത്തിയത്. എന്തായാലും അതിനെതിരെ നടപടി സ്വീകരിക്കുന്നു. ഇന്ന് ഏതെങ്കിലും തരത്തിൽ ഇത് സംബന്ധിച്ച് പരാതി ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കളക്ടർ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ 7 മണ്ഡലത്തിലും ഇത്തരമൊരു പരിശോധന നടത്തുകയും അത് പുനഃക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പരാതിരഹിതമായ വോട്ടെടുപ്പ് നടത്തുക എന്ന ലക്ഷ്യമാണ് ഉള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ജില്ലാ ഭരണാധികാരി കൂടിയായ കളക്ടർക്കുമാണ് ആന്റോ ആന്റണി പരാതി നൽകിയത്. ആ പരാതിക്ക് ഇപ്പോൾ നടപടി ആയിരിക്കുന്നു. പത്തനംതിട്ടയിലെ കള്ളവോട്ട് ആരോപണം തോമസ് ഐസക്കിനെ വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമെന്ന് LDF. ജില്ലാ കളക്ടറേറ്റിൽ ആന്റോ ആന്റണിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് രാജു എബ്രഹാം ആരോപിച്ചു. ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റ് പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥനെ മാത്രം സസ്പെൻഡ് ചെയ്ത നടപടിക്ക് എതിരായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ഡിമാൻഡ് ജില്ലാ കളക്ടറെ മുന്നിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അരമണിക്കൂറോളം ഞങ്ങളവിടെ സത്യാഗ്രഹം നടത്തിയത്. ഇപ്പോൾ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും ഇതുമായി ബന്ധപ്പെട്ട് തെറ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും സസ്പെൻഡ് ചെയ്യാം എന്ന് ജില്ലാ കളക്ടർ ഇപ്പോൾ ചർച്ചയുടെ ഭാഗമായി സമ്മതിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി സൈബർ സെല്ലിനെ ചുമതലപ്പെടുത്തുന്ന ഒരു പരാതി കൊടുക്കുകയും സൈബർ സെല്ലിൻ്റെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യം. വോട്ടെടുപ്പിന്റെ തലേദിവസം വയനാട്ടിൽ ഭക്ഷ്യക്കിറ്റ് വിവാദം. സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ BJP ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചെന്നാണ് UDFിന്റെയും LDFിന്റെയും പരാതി. ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിച്ച പണമാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതെന്നും LDF സ്ഥാനാർത്ഥി ആനി രാജ പ്രതികരിച്ചു. BJP ഉത്തരേന്ത്യയിൽ പരീക്ഷിച്ച പല കാര്യങ്ങളും ഇവിടെയും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അത് ഇപ്പോൾ ഈ കിറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഇത്തരത്തിൽ സാധനങ്ങൾ കൊടുത്ത് സ്വാധീനിക്കുക വോട്ടർമാരെ എന്നുള്ളത്, പ്രത്യേകിച്ച് വീക്കർ സെക്ഷനിൽപ്പെട്ടവരെ സ്വാധീനിക്കുക എന്നുള്ളത്, അത് വടക്കേന്ത്യയിൽ പരീക്ഷിച്ച് പലയിടത്തും അവർ വിജയിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ പണമെല്ലാം അടിച്ചു മാറ്റിയിട്ട്, രാജ്യത്തിന്റെ പണം അടിച്ചു മാറ്റി അത് ഇങ്ങനെ ഈ രീതിയിൽ MP-മാരെ നേരിട്ട് വാങ്ങുക അല്ലെങ്കിൽ MLA-മാരെ വാങ്ങുക, അട്ടിമറിക്കുക, ഭരണം അട്ടിമറിക്കുക, അതല്ലാതെ അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ വോട്ടർമാരെ ഈ രീതിയിൽ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് BJP ഇവിടെ
നടത്തിയിരിക്കുന്നത്. കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്തിട്ടുള്ള കിറ്റുകൾ വിതരണം ചെയ്യാൻ വേണ്ടിയാണ് ഈ കിറ്റുകൾ തയ്യാറാക്കിക്കൊണ്ടിരുന്നത് എന്നാണ് മനസ്സിലാക്കിയത്. എന്നാൽ ഭക്ഷ്യക്കിറ്റ് വിശ്വാസിയുടെ വഴിപാടെന്നാണ് BJPയുടെ വിശദീകരണം. ടി സിദ്ദിഖിനും രാഹുൽ ഗാന്ധിക്കും പണ്ടേ ഗോത്ര സമൂഹത്തോട് പകയാണെന്ന് കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ അദ്ദേഹത്തിന്റെ ഗൃഹപ്രവേശത്തോടനുബന്ധിച്ച് അവിടെയുള്ള വിശ്വാസികൾക്ക് വിതരണം ചെയ്യാനായിട്ട് ഒരു വഴിപാട് നേർന്ന കാര്യമാണ് BJPയുടെ തലയിൽ അട്ടിമറിച്ചിരിക്കുന്നത്. BJPയെ നിങ്ങൾ ആക്ഷേപിച്ചോളൂ, LDFും UDFും. പക്ഷേ ഒരു കിറ്റ് വിതരണം എന്നുള്ളത് പുറത്തു വന്നപ്പോൾ അത് മുഴുവൻ ആദിവാസി കോളനികളിലേക്കുള്ളതാണ് എന്നെങ്ങനെയാണ് പറയുന്നത്? ആദിവാസികൾക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേകത? ആദിവാസികൾ ഒരു കിറ്റ് കൊടുത്താൽ അവരുടെ വോട്ട് കിട്ടുമെന്നാണോ? അത് ആ ഗോത്ര സമൂഹത്തെ, ആദിവാസി സമൂഹത്തെ LDFും UDFും അപമാനിച്ചിരിക്കുകയാണ്, അവരെ പരിഹസിച്ചിരിക്കുകയാണ്, അവരെ ആക്ഷേപിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന കിറ്റിലുള്ള സാധനങ്ങൾ മറ്റുള്ളവരാരും ഭക്ഷിക്കാത്തതാണോ? എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ആദിവാസികൾക്ക് മാത്രമാണോ പയറും പപ്പടവും ഒക്കെ? ബാക്കിയുള്ളവരൊന്നും ഇത് കഴിക്കുന്നവരല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പെട്ടെന്ന് ഇത് ആദിവാസി കോളനികളിൽ വിതരണം ചെയ്യാനുള്ളതാണ് എന്ന് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള കാരണം? ആദിവാസി ഗോത്ര സമൂഹത്തെ കോൺഗ്രസും CPMഉം അപമാനിച്ചിരിക്കുക. ഒരടിസ്ഥാനവുമില്ലാത്ത ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. BJPയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. കൂടുതൽ വാർത്തകൾക്ക് മുമ്പ് ഇടവേള. ആലത്തൂർ മണ്ഡലത്തിലെ ചേലക്കരയിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയത് LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന് അകമ്പടി പോയ വാഹനത്തിൽ നിന്നെന്ന ആരോപണവുമായി UDF. വാഹനത്തിന്റെ CCTV ദൃശ്യങ്ങൾ UDF പുറത്തുവിട്ടു. സംഭവം അതീവ ഗൌരവകരമെന്നും CPM വ്യാപകമായി അക്രമത്തിന് ശ്രമിക്കുന്നതായും രമ്യ ഹരിദാസ് ആരോപിച്ചു. എന്നാൽ പ്രചാരണ ബോർഡുകൾ അഴിച്ചുമാറ്റാൻ ഉപയോഗിച്ച കപ്പിയും പാരയും എന്നാണ് CPM പ്രതികരണം. CCTV ദൃശ്യങ്ങളിലുള്ളവരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി വിശദീകരണം തേടിയ ശേഷം ചേലക്കര പോലീസ് ഇവരെ വിട്ടയച്ചു. വലിയ വിവാദമായിരുന്നല്ലേ? ഏതാ ദിവസം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. വലിയ ചർച്ചയായിരുന്നു, വലിയ വിവാദമായിരുന്നു പത്രമാധ്യമത്തിനകത്ത്. കാരണം ഒന്ന് ആലോചിക്കേണ്ടത്, സമാധാനപരമായിട്ട് പോകുന്ന സ്ഥലങ്ങളിലേക്ക് ഈ ബോംബ് നിർമ്മിച്ച് വാളുകളും അല്ലെങ്കിൽ മറ്റു മാരകായുധങ്ങളൊക്കെ ഉപയോഗിച്ച് വരുന്ന ആളുകളുമായിട്ട് സമ്പർക്കം പുലർത്തുക. അവർക്കൊരു പ്രയാസം വരുമ്പോഴേക്കും അവിടെ ഓടിയെത്തണമെങ്കിൽ മാരകായുധങ്ങൾ കൊണ്ടു നടക്കേണ്ട കാര്യം എന്താണ്? തെരഞ്ഞെടുപ്പിൻ്റെ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയാണ്. ഇന്നലെ കലാശക്കൊട്ടിൻ്റെ സമാപനത്തിലേക്ക് പോകുന്ന പ്രചരണ വാഹനത്തിൽ ഇന്ന് നിശബ്ദ പ്രചരണം. നാളെ രാവിലെ കാലത്ത് 7 മണിയാകുമ്പോഴേക്കും വോട്ടർമാർ ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോകും. ഈ മാരകായുധങ്ങളും കൊണ്ട് നടന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിഷയമുണ്ടാക്കുമ്പോൾ ആളുകൾ നോക്കിക്കാണുമ്പോൾ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന ആളുകൾ അതേ അകമ്പടി വാഹനത്തിൽ ഈ ആയുധങ്ങൾ അങ്ങനെ സമ്പർക്കം പുലർത്തുന്ന ആളുകൾക്ക് ഈ മാരകായുധങ്ങൾ വാഹനത്തിൽ കൊണ്ടു നടക്കുന്നതിന് ഒരു പ്രയാസവും ഇല്ല. അപ്പൊ അത് അക്രമം ആലത്തൂരിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. സമാധാനപരമായിട്ട് പോകുന്ന ഇടങ്ങളിലേക്ക് അക്രമത്തിന് വ്യാപിപ്പിക്കാൻ നോക്കല്ല. ആലപ്പുഴ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക്. ഇങ്ങനെ വീണ്ടും ഒരു പത്രസമ്മേളനം മിസ്റ്റർ നന്ദകുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്, അയാളുടെ കില്ലപ്പേരുണ്ടല്ലോ, ഇരട്ടപ്പേര്, അത് ഞാൻ എന്തായാലും വിളിക്കരുത് എന്നാണ്. അതായത് ആ പേരിൽ പല ആളുകളും നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ നാട്ടു നടപ്പനുസരിച്ച് ഒരു വസ്തു കച്ചവടത്തിന് പോകുന്ന ആളുകളെയൊക്കെ നമ്മൾ വിളിക്കും. അവരായിരിക്കും ആ വസ്തു കച്ചവടത്തിലെ ഇടനിലക്കാർ. അപ്പൊ അങ്ങനെയുള്ള ഇടനിലക്കാരായിട്ടുള്ള ചില ആളുകൾ എന്നെ വിളിച്ചറിയിച്ചത്, ശോഭ ചേച്ചി, ഒരു കാരണവശാലും ഇയാളെ ആ പേരിൽ വിളിക്കരുത്, ഞങ്ങൾക്ക് വരെ അപമാനമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോ ജനങ്ങൾക്ക് അപമാനം തോന്നുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഇന്ന് വീണ്ടും ഒരു പത്രസമ്മേളനം നടത്തിയത്. എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ളത്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മിസ്റ്റർ ഗോവിന്ദൻ മാഷാണോ അതോ ദല്ലാൽ നന്ദകുമാറാണോ എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. പൊതുസമൂഹത്തിനും ഇത് തോന്നുകയാണ്. പൊതുസമൂഹത്തിന് മനസ്സിലായി
മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കുമാർ മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെതിരെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പുകളിലും വരുന്നത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ കഴക്കൂട്ടത്ത് മത്സരിച്ചു. ആ കഴക്കൂട്ടത്ത് മത്സരിച്ച സമയത്ത് വളരെ തന്ത്രപൂർവം ഒരു ഓൺലൈൻ ചാനലിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാഷണൽ ഹൈവേയുടെ ഓരത്ത് 20 ലക്ഷം രൂപ ഒരു സെന്റിന് വില വരുന്ന 1 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥയായിരുന്നു കഴക്കൂട്ടം തെരഞ്ഞെടുപ്പ് സമയത്ത് ശോഭാ സുരേന്ദ്രൻ. ഇത്ര മാസമായിട്ടും ആ ഭൂമി ഒന്ന് തെരഞ്ഞു കണ്ടുപിടിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾക്കും സാധിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ നാളെ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് കൃത്യമായി ശോഭാ സുരേന്ദ്രനെ NDAയുടെ സ്ഥാനാർത്ഥിയെ എങ്ങനെ പരാജയപ്പെടുത്തണം എന്ന് റിസർച്ച് ചെയ്തുകൊണ്ട് വീണ്ടും കഥയുമായിട്ട് രംഗത്ത് നന്ദകുമാറിനെ പോലെയുള്ള ആളുകളെ ഇറക്കിയിരിക്കുകയാണ്. അപ്പൊ അതിൽ എനിക്ക് മാധ്യമ സുഹൃത്തുക്കൾക്ക് എന്റെ വാട്സപ്പിനകത്തുള്ള ചില മെസ്സേജുകൾ അതെനിക്ക് കാണിക്കാനുണ്ട്. നന്ദകുമാർ പറയുകയാണ്, BJPയുടെ സ്ഥാനാർത്ഥി 1 കോടി രൂപ 80 ലക്ഷത്തോളം രൂപ BJPയുടെ സ്ഥാനാർത്ഥിയുടെ കയ്യിലുണ്ടായിരുന്നു. ബാക്കി വന്ന തുക നന്ദകുമാറിനെ സമീപിച്ചു. ഞാൻ ചോദിച്ചു ഈ വിഷയത്തെക്കുറിച്ചൊക്കെ. ഇന്നലെ ഞാൻ വളരെ വ്യക്തമായി കഴിഞ്ഞ ദിവസം മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. അത് അവിടെ കൊണ്ട് തീർന്നില്ല. വീണ്ടും കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നന്ദകുമാർ കരുതുന്നത് പോലെ 1 കോടി കൊടുത്താലോ 2 കോടി കൊടുത്താലോ സ്ഥാനം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ അല്ല ഭാരതീയ ജനതാ പാർട്ടി. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് അതികഠിനമായി പ്രവർത്തിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിനകത്ത് നിന്ന് മുന്നോട്ട് പോവുകയും ആ പ്രസ്ഥാനത്തെ മുന്നേറ്റാൻ വേണ്ടി ആരാണോ പരിശ്രമിക്കുന്നത് ആ പരിശ്രമിക്കുന്ന ആളുകളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ചുമതലകൾ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്റെ പ്രസ്ഥാനം. അത് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. എനിക്ക് മനസ്സിലാകാൻ സാധിക്കാത്തത്, ഒരു സ്ത്രീയെ, പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീക്കെതിരെ ഇത്തരത്തിൽ യാതൊരു രേഖയുമില്ലാത്ത ഒരു ആരോപണം, കുറച്ച് പേപ്പറുകൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഈ പേപ്പറുകൾ കാണിച്ച് ഇതാണ് ശോഭാ സുരേന്ദ്രന്റെ ഭൂമി, ആ ശോഭാ സുരേന്ദ്രന്റെ ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചെന്നും അതിനുവേണ്ടി ഞാൻ മുന്നോട്ട് വന്നെന്നും പറയുന്നു. പിന്നെ മറ്റൊരു കേസ് പറയുന്നു, ഞാൻ ഡൽഹിയിലെ വലിയ ഒരാളാണ് എന്ന് അവതരിപ്പിക്കുന്നു. ഞങ്ങളുടെ അഖിലേന്ത്യാ ലീഡർ ജാവേദ് ഖർജിയുമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. കഴിഞ്ഞ ദിവസം സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞിരുന്നു, അനിൽ ആന്റണിയെ കുറിച്ച് പറയുന്നു, ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ പറയുന്നതിനിടയിൽ ഒരു സ്ത്രീ ആ സ്ത്രീക്കെതിരെ വ്യംഗ്യാർത്ഥത്തിൽ നോക്കുകയോ ഒരു സ്ത്രീക്കെതിരെ അപമാനം, ആ സ്ത്രീയുടെ മൊറാലിറ്റിയെ അപമാനിക്കുന്ന രീതിയിൽ പ്രതികരിക്കുകയോ ചെയ്താൽ നിലനിൽക്കുന്ന സ്ത്രീ പീഡന വിരുദ്ധ നിയമമുണ്ട്. ആ നിയമം നിലനിൽക്കുന്ന നാട്ടിലാണ് നന്ദകുമാർ പറഞ്ഞത് തൊണ്ട തൊടാതെ മാധ്യമങ്ങളിലൂടെ അത് സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. ഇത് ഒരു സ്ത്രീയുടെ വ്യക്തിപരമായി തന്നെ ഒരു സ്ത്രീയെ അങ്ങേയറ്റം അപമാനിക്കാനും ആക്ഷേപിക്കാനും വേണ്ടി ഇതെല്ലാം ക്ഷമിക്കണം, ആ പേര് പറയരുതെന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളത്, ആക്ഷേപിക്കാനുമായി ഈ നന്ദകുമാർ പരിശ്രമിച്ചപ്പോ അത് ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ 2ാമത് കല്യാണം കഴിച്ചപ്പോ സൈബർ ആക്രമണം ഉണ്ടായപ്പോ, അതിനെ തുടർന്ന് മറ്റൊരു സ്ത്രീക്കെതിരെയും സൈബർ ആക്രമണം ഉണ്ടായപ്പോ അന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതാണ്, കേരളത്തിലെ സ്ത്രീകൾക്കെതിരെ സൈബർ ആക്രമണങ്ങൾ പോലും നടത്താൻ ഞാൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നത്, എന്നെ വ്യക്തിഹത്യ നടത്തി മാധ്യമങ്ങളിലൂടെ ഈ നന്ദകുമാറിനെ അടിയന്തരമായി ചോദ്യം ചെയ്യുകയും നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും വേണമെന്ന് ഞാൻ ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച്, വ്യവസ്ഥിതി അനുസരിച്ച് അതിന് തയ്യാറാകണം എന്നും കേരളത്തിന്റെ DGPക്ക് നന്ദകുമാർ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിന്റെ കോപ്പി ഉൾപ്പെടെ പരാതി ഉൾപ്പെടെ ഞാൻ കൈമാറിയിട്ടുണ്ട്. നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ കേരളത്തിന്റെ DGP തയ്യാറാകണം എന്നും ഞാൻ ഈ സമയത്ത്
പത്രസമ്മേളനം നടത്തിയിട്ട് തിരിച്ചു പോകുമ്പോ മാധ്യമ സുഹൃത്തുക്കള് ശോഭാ സുരേന്ദ്രനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ ബഹുമാനപ്പെട്ട ജയരാജന്റെ ശരീരഭാഷ കണ്ട കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും മനസ്സിലായിട്ടുണ്ട് ജയരാജന് ശോഭാ സുരേന്ദ്രനെ അറിയുമോ ഇല്ലയോ എന്നുള്ളത്. ഈ നന്ദകുമാർ എന്തിനാണ്, ഡേറ്റും സമയവും ഞാൻ നിങ്ങളോട് പറയാം. ഏപ്രിൽ മാസം 24-ാം തീയതി 2023 ശോഭാ സുരേന്ദ്രന് ഡൽഹിയിലേക്ക് പോകാൻ എന്തിനാണ് ടിക്കറ്റ് എടുത്ത് എന്റെ വാട്സപ്പിലേക്ക് അയച്ചത്? ആ ടിക്കറ്റ് ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾ എന്റെ വാട്സപ്പിൽ പരിശോധിക്കണം. നന്ദകുമാർ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഒരു മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രഗത്ഭനായിട്ടുള്ള നേതാവിന്റെ പേര് അത് നന്ദകുമാറിനോട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു സ്ത്രീയെ വ്യക്തിഹത്യ നടത്തുന്ന സമയത്ത് എന്റെ മാധ്യമ സുഹൃത്തുക്കൾക്ക് പോലും ഇത് അമ്മയാണെന്നോ പെങ്ങളാണെന്നോ ഉള്ള ഒരു തോന്നൽ ഉണ്ടായില്ല എന്നുള്ളത് വളരെ വേദനയോടുകൂടി കണ്ണൂർക്കാരനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജയരാജന്റെ മകന് എന്തിനാണ് ശോഭാ സുരേന്ദ്രന്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത്? ഈ ജയരാജന്റെ മകനെ ഞാൻ കാണുന്നത് 18-ാം തീയതി ജനുവരി മാസം 2023 അത് എറണാകുളത്തെ റിനൻസൻസ് ഹോട്ടലിൽ വെച്ചാണ്. എന്റെ കൂടെ അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇപ്പോഴത്തെ ലിംഗ്വിസ്റ്റിക് മോർച്ചയുടെ സംസ്ഥാനത്തെ ചുമതലക്കാരനായ എറണാകുളത്ത് മത്സര രംഗത്തുണ്ടായിരുന്ന TG രാജഗോപാലും ആ ദിവസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് ഏത് തലയെടുപ്പുള്ള നേതാവ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വന്നാലും അവരെ 8 സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിട്ടുള്ള നിങ്ങളുടെ സഹോദരിക്ക് ചർച്ച നടത്താനുള്ള അവകാശം ആരാധ്യരായിട്ടുള്ള അഖിലേന്ത്യാ നേതാക്കന്മാർ നൽകിയിട്ടുണ്ട്. ഇത് ഇനിയും തുടരും. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരും. അതിൽ ഏറ്റവും അവസാനം നമ്മുടെ പ്രിയപ്പെട്ട പത്മജ ചേച്ചിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടായി. ഞങ്ങളുടെ പ്രസ്ഥാനം വളരുകയും മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, IBയുടെ റിപ്പോർട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രനും KC വേണുഗോപാലും തമ്മിൽ മത്സരം നടക്കുന്നു. ആ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശോഭാ സുരേന്ദ്രൻ മുന്നേറുന്നു എന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ റിപ്പോർട്ടും ബഹുമാനപ്പെട്ട ആരിഫ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുപോയി എന്നുള്ള അവരുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിന്റെ റിപ്പോർട്ടും പുറത്തു വന്ന സാഹചര്യത്തിൽ എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്തുകൊണ്ട് എന്റെ ആത്മാഭിമാനത്തെ തകർക്കുന്ന രീതിയിൽ ആരെയെങ്കിലും ഇറക്കിക്കഴിഞ്ഞാൽ അതിനൊന്നും പേടിച്ച് ജോലി നിർത്തി വീട്ടിൽ പോയിട്ട് ഇരിക്കുന്ന ആളല്ല ഈ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലിരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു ചാനൽ എന്നോട് ആവശ്യപ്പെട്ടു, ശോഭാ സുരേന്ദ്രൻ മറുപടി പറയണം എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് വളരെ തിരക്കുള്ള ഈ ദിവസം ഞാൻ ഇന്ന് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഇരിക്കാൻ കാരണമായത്. നന്ദകുമാറിനെ ഞാൻ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊടുത്ത പരാതിയിൽ DGP തീർച്ചയായിട്ടും നടപടിയെടുത്തിരിക്കണം. കാരണം DGP ദർവേഷ് സാഹിബ്, ബഹുമാനപ്പെട്ട DGP ദർവേഷ് സാഹിബ് എന്ന് പറയുന്നത് പിണറായി വിജയന്റെ വീട്ടിലെ അടുക്കള പണിക്കാരനല്ല. കേരളത്തിലെ ഏതൊരു സ്ത്രീക്കെതിരായിട്ടാണോ ആ സ്ത്രീയെ സമൂഹ മധ്യത്തിൽ അപമാനിക്കുന്നത്, ആ അപമാനം തുടർന്നുകൊണ്ടിരിക്കുന്നത്, ആ വ്യക്തിയെ കയറൂരി വിടാൻ വേണ്ടിയിട്ടല്ല, ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള അമ്മമാർ, സ്ത്രീകൾ, കുട്ടികൾ ഞങ്ങൾ മുണ്ട് മുറുക്കി ഉടുത്തുകൊണ്ട് സർക്കാർ ഖജനാവിലേക്ക് അയക്കുന്ന പണമെടുത്തുകൊണ്ട് നിങ്ങൾ ബഹുമാനപ്പെട്ട DGP നിങ്ങൾ ഇവിടെ ശമ്പളം പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ക്രിമിനലുകളെ പിടിക്കാൻ നിലനിൽക്കുന്ന നിയമമനുസരിച്ച് ഇവരെ കൈകാര്യം ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ താങ്കൾ ഇരിക്കുന്ന ഓഫീസിന്റെ മുന്നിൽ ആ ഓഫീസിനെ ഉപരോധിക്കാൻ ശോഭാ സുരേന്ദ്രൻ തയ്യാറാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും ഞാൻ ഇവിടുത്തെ DGP മുൻപാകെ വെക്കുകയാണ്. ഇതിനു മുൻപ് കേരളത്തിന്റെ DGP ദർവേഷ് സാഹിബിനെ ഞാൻ മറ്റൊരു പരാതി തന്നിരുന്നു. ആ പരാതി എന്തായിരുന്നു? ഞാൻ ഒരു
കള്ളു ഷാപ്പില് ഭക്ഷണം എടുത്തു കൊടുക്കുന്ന ഒരു സ്ത്രീയുടെ രൂപത്തിൽ മുണ്ടും ബ്ലൗസും ആ ജോലിയൊന്നും ഒരു സ്ത്രീ എടുക്കുന്ന ഏതൊരു ജോലിയും. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയുണ്ടോ? കള്ളു കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകൾക്ക് സ്ത്രീകളാണോ നഗ്നമായിട്ട് ഡ്രസ് ഇട്ടുകൊണ്ട് ഇതെടുത്തു കൊടുക്കുന്നത്? ആണോ? ഒരു ഓലപ്പുഴ കെട്ടി ഒരു കള്ളു ഷാപ്പിന്റെ ചിത്രം വരച്ചു വെച്ച് അവിടെ എന്റെ മുഖവും അതുപോലെ തന്നെ വേറൊരു സ്ത്രീയുടെ രൂപത്തിലും സൈബർ അറ്റാക്ക് നടത്തിയ ആളാണ് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ MLA സലാമിനെതിരെ ഞാൻ പരാതി കൊടുത്തു DGPക്ക്. ഇതുവരെ DGP ആ പരാതി അന്വേഷിച്ചിട്ടില്ല. എന്റെ വ്യാജ ഓഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി കൊടുത്തു. ആ പരാതിയെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. എന്നെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി ഈ കഴക്കൂട്ടത്ത് എന്റെ പേരിൽ ഇല്ലാത്ത ഒരു ഭൂമി 20 ലക്ഷം രൂപയുടെ 1 സെന്റ് വിലയുള്ള 1 ഏക്കർ ഭൂമിയുണ്ട് എന്ന് പറഞ്ഞ് അപമാനിച്ചവർക്കെതിരെ പരാതി കൊടുത്തു. ആ പരാതിയിൽ ഒരു നടപടിയില്ല, ഒരു ചോദ്യം ചെയ്തില്ല. ഇവിടെ കേരളത്തിൽ തന്നെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ എന്റെ ഫ്ലക്സ് ബോർഡുകൾ അതെല്ലാം തന്നെ വെട്ടിയെടുത്ത് ഒരു സ്ത്രീയുടെ മുഖം വെട്ടിയെടുത്ത് അവിടെ ആരിഫിന്റെ മുഖം ചേർത്ത് വെച്ച് അവിടെയും ഞാൻ ഇവിടുത്തെ കളക്ടർക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തു. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ രീതിയിലാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ കൊണ്ടുപോകാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിയുടെ താളത്തിനൊത്ത് തുള്ളുന്ന DGP ദർവേഷ് സാഹിബും ശ്രമിക്കുന്നതെങ്കിൽ ദർവേഷ് സാഹിബ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട DGPയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ വളയിട്ട കൈകളുണ്ടല്ലോ, ആ വളയിട്ട കൈകൾ അങ്ങനെ മനോഹരമായി തന്നെ ഇരിക്കണം എന്ന് ശടിക്കരുത്. താങ്കളുടെ വീടിന്റെ മുന്നിലും മുദ്രാവാക്യം വിളിക്കാൻ, താങ്കളെ വേണമെങ്കിൽ തെരുവിൽ താങ്കളുടെ ജീപ്പിനെ ഉൾപ്പെടെ തടയാൻ നട്ടലുള്ള ഒരു സ്ത്രീയാണ് കേരളത്തിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ വേട്ടയാടുന്നത്? ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും വലിയ തീവെട്ടിക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന കരിമണൽ കർത്ത, ആ കരിമണൽ കർത്ത എന്ന് പറയുന്ന ആളും തമിഴ്നാട്ടിലുള്ള ഗോകുലം ഗോപാലനും, ഈ ഗോകുലം ഗോപാലനും കരിമണൽ കർത്തയും എന്തുകൊണ്ടാണ് ഒരുമിച്ചിരിക്കുന്നത്? ശോഭാ സുരേന്ദ്രനെ പണം തന്ന് എങ്ങനെയെങ്കിലും ശോഭാ സുരേന്ദ്രൻ കരിമണൽ കർത്തയ്ക്കെതിരെ നടത്തുന്ന പ്രസംഗം ഇല്ലാതാക്കണം എന്ന തീരുമാനമെടുത്തുകൊണ്ട് ഗോകുലം ഗോപാലനല്ല, ഗോകുലം ഗോപാലന്റെ വല്യേട്ടം വന്നാലും ഓട പുല്ല് എന്ന് പറയാനുള്ള നല്ല ചങ്കൂറ്റം എനിക്കുണ്ട്. ഞാനത് ആർജിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സ്വന്തമായി കയ്യിൽ 10 നാണയത്തുട്ടുണ്ടെങ്കിൽ അതിവിടുത്തെ ജനങ്ങളുടെ 5 ലക്ഷം രൂപയും 10 ലക്ഷം രൂപയും കഷ്ടപ്പെട്ട് കുറിവെച്ചുണ്ടാക്കിയ പാവങ്ങൾ, അവരുടെ ഭൂമി, ആ ഭൂമി എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഭൂമി വാരിക്കൂട്ടിയിട്ടുള്ള മനുഷ്യനാണ് ഇവിടുത്തെ ഗോകുലം ഗോപാലൻ. ഈ ഗോകുലം ഗോപാലൻ കളി തുടങ്ങിയിട്ട് കുറെ ദിവസമായി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ വേട്ടയാടുന്നത്? 38 കോടി രൂപ വരുന്ന തൃശൂർ ജില്ലയിലെ ജനങ്ങളുടെ ഭൂമി കുറിക്കമ്പനി നടത്തി അവന്റെ മുഴുവൻ ഭൂമിയും സ്വന്തമാക്കിയെടുത്ത് അവരെ പാപ്പരാക്കി ഇന്ന് ദുബായിൽ നിന്ന് വരെ കേരളത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ആ പണം മുഴുവൻ വാരിക്കൂട്ടിയ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെതിരായിട്ട് ഞാൻ കേരളത്തിൽ തൃശൂരിൽ 2 സമരങ്ങൾ ഞാൻ നടത്തുമെന്ന് പറഞ്ഞു. നടത്തിയില്ല, നടത്തേണ്ടി വന്നില്ല. ആ 2 സമരങ്ങൾ ഞാൻ നടത്താമെന്ന് പറഞ്ഞപ്പോ ആ പാവപ്പെട്ട ഭൂമി നഷ്ടപ്പെട്ടവർ പോലും പറഞ്ഞത് മനുഷ്യത്വമില്ലാത്ത ഒരു മനുഷ്യനാണ് ഈ ഗോകുലം ഗോപാലൻ. ആ ഗോകുലം ഗോപാലിനെതിരായിട്ട് ഒരു പ്രവർത്തനവും ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ട് കാര്യമില്ല എന്നാണ്. ഞാൻ റെഡിയായിരുന്നു. ഞാൻ അതിന്റെ പേരിൽ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കേരളത്തിൽ നിലനിൽക്കുന്ന പലിശ ഗവൺമെന്റ് തീരുമാനിച്ച പലിശയല്ലാതെ കൊള്ളപ്പലിശ വാങ്ങാനാണ് തീരുമാനമെങ്കിൽ ഏത് വലിയ കസേരയിലാണ് താങ്കൾ ഇരിക്കുന്നതെന്നും നമ്മൾ നോക്കില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം തൃശ്ശൂരിൽ നടന്നത്. അത് കഴിഞ്ഞപ്പോ അതേ ഗോകുലം ഗോപാലൻ പറയുകയാണ്, ശോഭയെ എനിക്ക് വളരെ സ്നേഹമാണ്, ശോഭയോട് എനിക്ക് വളരെ താല്പര്യമാണ്. അങ്ങനെ താല്പര്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇല്ലാത്ത ഒരു വ്യാജ വാർത്ത എനിക്കെതിരെ കരിമണൽ കർത്തയുടെ വിഷയത്തിൽ ശോഭാ സുരേന്ദ്രൻ പിന്മാറില്ല എന്ന് തീരുമാനമെടുത്തപ്പോ എനിക്കെതിരെ എന്തിനാണ് ഒരു വ്യാജ വാർത്ത സൃഷ്ടിക്കാൻ ശ്രമിച്ചത്? ആ വ്യാജ വാർത്ത സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ ഗോകുലം ഗോപാലിനെ ഞാൻ ഫോണിൽ വിളിച്ചു. ഞാൻ ഗോകുലം ഗോപാലിനോട് പറഞ്ഞു, ഇതില്ലാത്ത വാർത്തയാണ്. ഈ ജില്ലാ കമ്മിറ്റിക്കെതിരെ ശോഭാ സുരേന്ദ്രൻ അഖിലേന്ത്യാ നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ടില്ല എന്നുള്ള വാർത്ത മനസ്സിലാക്കിക്കൊണ്ട് ശോഭാ സുരേന്ദ്രനെ സ്നേഹമാണെങ്കിൽ ആ വാർത്ത എടുത്തുകളെ.
ആ വാർത്ത എടുത്തു കളഞ്ഞുകൊണ്ട് ഇത് തെറ്റ് പറ്റിപ്പോയി എന്ന് രഹസ്യമായിട്ടെങ്കിലും പറയണ്ടേ? പറഞ്ഞില്ലല്ലോ. അത് കഴിഞ്ഞ് ആ വാർത്ത രാത്രി വരെ ഓടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ ഒരു ഭാഗത്ത് കരിമണൽ കർത്തയ്ക്ക് വേദനിച്ചാൽ ഗോകുലം ഗോപാലിന് വേദനിക്കും, വേറെ ചിലർക്ക് വേദനിച്ചാൽ ഗോകുലം ഗോപാലിന് വേദനിക്കും. KC വേണുഗോപാലിനും കരിമണൽ കർത്തയ്ക്കും രാജസ്ഥാനിലെ ശിശ്രാമോളയ്ക്കും കേരളത്തിലെ സെക്രട്ടേറിയറ്റുകൾക്കകത്തു നിന്ന് ഫയലുകൾ മുക്കിക്കൊടുക്കുന്ന IAS ഓഫീസർ ടിക്കാറാം മീണയ്ക്കും വേദനിച്ചാൽ ഇവർക്ക് എല്ലാവർക്കും വേദനിക്കും. പിണറായി വിജയന്റെ മകളുടെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ദേശീയ ഏജൻസിയെ കൊണ്ട് അന്വേഷണത്തിന്റെ ഘട്ടത്തിലെത്തിച്ച അതിൽ പങ്കാളിത്തം വഹിച്ച ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. പിണറായി വിജയന്റെ മകന്റെ അമ്മായി അച്ഛൻ പ്രകാശ് ബാബുവിന്റെ ക്യാമറ വെച്ച കേസ് അത് ദേശീയ ഏജൻസി മുൻപാകെ എത്തിച്ച ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. ആ ക്യാമറ കേസിൽ 2 പേർ ഞങ്ങൾ ടെൻഡർ എടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ജെയിംസ് പാലഘട്ടത്തിനെയും അൽഹിന്ദ് കമ്പനിയെയും നേരിൽ പോയി കണ്ട് രേഖകൾ കൈപ്പറ്റിയിട്ടുള്ള ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. എന്നാൽ അവർ പറയുന്നതാണ് അവർക്ക് ഭീഷണിയുണ്ട്, അവരെ ജീവിക്കാൻ അനുവദിക്കില്ല. ഇപ്പോൾ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രഗത്ഭനായിട്ടുള്ള നേതാവ് EP ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേരാൻ തീരുമാനിച്ച് 90% കഴിഞ്ഞപ്പോ എന്തേ ഭയപ്പെട്ട് പിന്മാറിയത്? ജയരാജൻ അറിയാം ഭീഷണി വന്നത് ചില്ലറ ഭീഷണി ആയിരിക്കില്ല. സ്വന്തം പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും കൊട്ടേഷൻ കൊടുക്കാൻ മടിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ, ആ സംഘടനയെ ഭയപ്പെട്ടത് കൊണ്ടാണ് ജയരാജൻ ഒളിച്ചോട്ടം നടത്തിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇന്നും ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തുന്നു. EP ജയരാജനുമായി ചർച്ച നടത്തിയെന്നതടക്കമുള്ള വിഷയങ്ങളിൽ ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. പ്ലീസ് വോട്ട്. ഇനി വിധിയെഴുത്ത്. കേരളം വോട്ട് ചെയ്യുമ്പോൾ ഓരോ പോളിംഗ് ബൂത്തിലെയും തത്സമയ വിവരങ്ങളുമായി ന്യൂസ് 18 കേരളം. നാളെ രാവിലെ 6 മുതൽ തത്സമയം. ന്യൂസ് 18 കേരളം, മലയാളത്തിന്റെ ദേശീയ ചാനൽ. നിശബ്ദ പ്രചാരണ ദിവസം മത സാമുദായിക നേതാക്കളെ കണ്ട് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. കോട്ടയത്തെത്തി പാലാ കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാരെ കണ്ട സുരേഷ് ഗോപി NSS ആസ്ഥാനത്തെത്തി സുകുമാരൻ നായരുമായും കൂടിക്കാഴ്ച നടത്തി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായും സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തിയേക്കും. നിശബ്ദ പ്രചരണ ദിവസം സാധാരണഗതിയിൽ സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ സുരേഷ് ഗോപി മറ്റൊരു ശൈലി സ്വീകരിക്കുന്നു. സംസ്ഥാനത്തെ ബിഷപ്പ് ഹൗസുകളിലും ഒപ്പം തന്നെ NSS SNDP ജനറൽ സെക്രട്ടറിമാർ ഇവരെ കണ്ടുകൊണ്ടുള്ള ഒരു പ്രചരണത്തിനാണ് അദ്ദേഹം നേതൃത്വം നൽകിയത്. രാവിലെ പാലാ ബിഷപ്പിൽ നിന്നാണ് തുടങ്ങിയത്. തുടർന്ന് അദ്ദേഹത്തെ ജോസഫ് കല്ലറങ്ങാട്ടിനെ കണ്ടു. അതിനുശേഷം അദ്ദേഹം കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ജോസ് പുളിക്കലിനെയും കണ്ടു. ഇന്നലെ രാത്രി അരുവിത്തര പള്ളിയിലെത്തി പെരുന്നാളിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം പ്രചരണമല്ല നിശബ്ദ പ്രചരണ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു മണ്ഡലം വിട്ടൊരു പര്യടനത്തിന് ഫലത്തിൽ തുടക്കം കുറിച്ചത്. രാവിലെ പാലാ കുരിശുപള്ളി മാതാവിന് മുന്നിൽ മെഴുകുതിരിയും കത്തിച്ചു സുരേഷ് ഗോപി. തുടർന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെയും കണ്ടു. ഇതെല്ലാം സ്വകാര്യ സന്ദർശനം എന്നാണ് സുരേഷ് ഗോപി വിശേഷിപ്പിച്ചത്. NSSന്റെ അടക്കം തനിക്ക് അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത്. എന്തായാലും കുറച്ചു നേരം ഏതാണ്ട് അരമണിക്കൂറോളം ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി. സാധാരണ NSS ആസ്ഥാനത്തെ നേരത്തെ ഒരു തവണ ബജറ്റ് സമ്മേളനത്തിലേക്ക് അദ്ദേഹം കടക്കാൻ ശ്രമിക്കുകയും അവിടെ നിന്ന് അദ്ദേഹത്തെ ഇറക്കി വിടുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പലതവണ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് G സുകുമാരൻ നായർ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ ആദ്യമായാണ് ഒരു സന്ദർശനം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇന്ന് സംസ്ഥാനത്തെ മറ്റ് പല ബിഷപ്പുമാരെയും അദ്ദേഹം ഇന്ന് രാത്രി വരെയും അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ചകൾ തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ ദിവസം ഇത്തരത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ് സുരേഷ് ഗോപി നടത്തിയത്.
ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ ഇരട്ട വോട്ട് ആരോപണം വീണ്ടും തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആറ്റിങ്ങലിൽ ഇരട്ട വോട്ടില്ല, സ്ഥലം മാറിപ്പോയവരുടെ വോട്ടുകൾ മാത്രമാണുള്ളതെന്നും അത് 1% താഴെ മാത്രമാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കുന്നു. സ്ഥലം മാറിപ്പോയവരുടെ വോട്ടുകൾ ചെയ്യാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ശശി തരൂരിനെ തലസ്ഥാനത്തെ മധ്യവർഗം കൈവിട്ടതായി LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ. തരൂരിന് വലിയ വോട്ട് ചോർച്ചയുണ്ടാകും. രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണ് ശശി തരൂരിന്റെയും രാജീവ് ചന്ദ്രശേഖരന്റെയും മത്സരമെന്നും പന്ന്യൻ രവീന്ദ്രൻ ന്യൂസ് 18 പറഞ്ഞു. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6620 രൂപ, പവന് 52,960 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5540 രൂപ, പവന് 44,320 രൂപ. വെള്ളി ഗ്രാം 87 രൂപ, കിലോയ്ക്ക് 87,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്ന ന്യൂസ് അപ്ഡേറ്റ്സ്. നമസ്കാരം. പൊടിപാറിയ ആവേശ പ്രചരണം തീർന്നു. ഇനി വിധിയെഴുത്ത്. കേരളം വോട്ട് ചെയ്യുമ്പോൾ ഓരോ പോളിംഗ് ബൂത്തിലെയും തത്സമയ വിവരങ്ങളുമായി ന്യൂസ് 18 കേരളം. നാളെ രാവിലെ 6 മുതൽ തത്സമയം. ന്യൂസ് 18 കേരളം, മലയാളത്തിന്റെ ദേശീയ ചാനൽ. അതുകൊണ്ട് പുള്ളി വിശ്വസിച്ചു.